ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 4 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ സീരീസ് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. സോ ഗൈസ്, ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പൊ വെളിയിൽ ഇത്ര വലിയ അടിയും ബഹളവും ഒക്കെ നടക്കുമ്പോൾ ഷിബ ഇങ്ങനെ കാറിൽ കിടക്കുകയാണ്. ആ മന്ത്രവാദി ഇപ്പൊ ഷാറിനെയും കൊണ്ട് പുറത്തേക്ക് വന്നല്ലോ. ഇപ്പൊ ചിഹിരോ ചിന്തിക്കുന്നുണ്ട്, ആദ്യം ഷാറിനെ ഇവന്റെ കയ്യിൽ സേഫ് ആക്കണം, എന്നിട്ട് ഇവന് എൻചാന്റഡ് ബ്ലേഡുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ എൻടെൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാള് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങേര് ചിഹിരോയോട് പറയുന്നുണ്ട്, എനിക്ക് ആവശ്യം ഈ കൊച്ചിനെ മാത്രമാണ്, നീയുമായിട്ട് എനിക്ക് ഒരു ഇടപാടും ഇല്ലെന്ന്. ഇപ്പൊ ആ ബ്ലാക്ക് ഗോൾഡ് ഫിഷിന്റെ എനർജി വെച്ചിട്ട് ഷാറിനെ ആ കെട്ടിയിട്ടിരിക്കുന്ന റോപ്പ് ചിഹിരോ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഇപ്പൊ ഈ വിദ്യ കണ്ടിട്ട് ഷാർ ഞെട്ടുന്നുണ്ട്. ഇവനിപ്പോ സ്പിരിറ്റ് എനർജി വെച്ചിട്ടാണല്ലോ ആ റോപ്പ് സ്ലാഷ് ചെയ്തത്, ഇവനും മന്ത്രവാദം വശമുണ്ടോ? ഇപ്പൊ ചിഹിരോ ആണെങ്കിൽ മിസ്റ്റർ ഷിബ എന്ന് വിളിക്കുന്നുണ്ട്. പുള്ളിയാണെങ്കിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ തെറിച്ചു വീഴുന്ന ഷാറിനെ ക്യാച്ച് പിടിക്കുന്നുണ്ട്. സോറി മോളെ, ഇങ്ങനെ കറങ്ങി ലാൻഡ് ചെയ്യുമ്പോൾ നിന്റെ തല ചുറ്റാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഒരുത്തം കൂടെ വന്നോ, നിനക്കൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും പറഞ്ഞിപ്പോ മന്ത്രവാദി ഇങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷിബ അങ്ങ് അപ്രത്യക്ഷമാവുന്നുണ്ട് അവിടുന്ന്. ഇപ്പൊ അവരാണെങ്കിൽ രണ്ടുപേരും കാറിലേക്ക് ടെലിപ്പോർട്ടായി. ഇപ്പൊ ഇതെല്ലാം കണ്ട് ഷാറാണെങ്കിൽ ആകെ കിളി പറന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അവള് ഷിബയോട് ചോദിക്കുന്നു. നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് നിന്റെ ബോധം പോയി. അല്ല, നിനക്ക് അസ്വസ്ഥതയൊന്നും തോന്നില്ലേ? ഇല്ല. ഓഹോ. ഇപ്പൊ ഷിബ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ശരിക്കും ഒരു ദുഷ്ടനായ മന്ത്രവാദി ഇവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ കുട്ടി. ഇപ്പൊ ഇവളാണെങ്കിൽ ഷിബയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ മന്ത്രവാദമാണോ? അതെയല്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ എനിക്കും മന്ത്രവാദം പഠിക്കണം. അതിനെന്താ, നിനക്കും പഠിക്കാൻ പറ്റും, പക്ഷെ അതിന് നല്ല പണിയെടുക്കണം. ഈ മന്ത്രവാദത്തിനായിട്ടുള്ള പവർ നൽകുന്ന സ്പിരിറ്റ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ശക്തിയെ തന്നെയാണ്. ഇപ്പൊ നിന്നെയും എന്നെയും പോലെ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഈ ജീവശക്തി ഉണ്ട്. ഇപ്പോൾ സ്പിരിറ്റ് എനർജി ഉള്ളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാർ അവളുടെ ഡ്രസ്സിനുള്ളിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ ആ മന്ത്രവാദി ചിഹിരോയോട് പറയുന്നുണ്ട്, ഞാനിത് ഒരിക്കൽ കൂടി പറയാം, ആ കൊച്ചിനെ മര്യാദയ്ക്ക് ഇങ്ങ് തന്നേക്ക്. ഇപ്പോൾ ചിഹിരോ ആണെങ്കിൽ ഇവന്റെ അടുത്ത്, സോറി, നീ പറയുന്നൊന്നും അനുസരിക്കാൻ പറ്റില്ല, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ അവന്റെ വാളിന് ചുറ്റും ആ ബ്ലാക്ക് ഗോൾഡ് ഫിഷിന്റെ എനർജി ഇങ്ങനെ കാണാം. ഇത് ഒരു ഗോൾഡ് ഫിഷോ? ഇപ്പൊ ഷിബ ഷാറിനോട് പറയുന്നുണ്ട്, നിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സോഡ് എന്ന്. ഇപ്പോൾ ഷിബ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു എൻചാന്റഡ് ബ്ലേഡ് ഒരാളുടെ ഉള്ളിലെ സ്പിരിറ്റ് എനർജിയെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ആംപ്ലിഫൈ ആകുന്ന സ്പിരിറ്റ് എനർജി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന അളവിലും കൂടുതലാണ്. അപ്പൊ ആ എനർജി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ ഒരു ഷേപ്പ് ഫോം ചെയ്യും. ഇപ്പൊ ആ കാണുന്ന ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സ്പിരിറ്റ് എനർജിയുടെ വലിയ ഫോമാണ്. ഒരു മന്ത്രവാദിക്ക് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജിയുടെ 10 മടങ്ങുണ്ടത്. ഇപ്പോ ചിഹിരോ ആണെങ്കിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ലാഷ് ചെയ്യുന്നുണ്ട്. ആ മന്ത്രവാദി കുനിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ വെട്ടിന് അവന്റെ ബോഡി 2 തുണ്ടമായേനെ. ഇപ്പൊ ഈ മന്ത്രവാദി ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് എനർജി ഉപയോഗിച്ച് അയാളുടെ ബോഡിയുടെ ഔട്ട് സൈഡിൽ ആ ഡോൾസ് ഒക്കെ പോലത്തെ കുറെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ചിഹിരോ ആണെങ്കിൽ ഡയറക്റ്റ് ഈ സ്പിരിറ്റ് എനർജി തന്നെയാണ് അഴിച്ചു വിടുന്നതെന്ന് ഇയാൾ പറയുന്നു. അതേപോലെ തന്നെ ചിഹിരോയുടെ കയ്യിൽ ഈ എൻചാന്റഡ് ബ്ലേഡ് കണ്ടിട്ട് ഇയാൾ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഒരു എൻചാന്റഡ് ബ്ലേഡ് കൂടി പുറത്തുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ഇവൻ ഈ ഒരു എൻചാന്റഡ് ബ്ലേഡ് കൂടി എന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ ചിഹിരോ ഉറപ്പിച്ചു, അപ്പൊ മറ്റത് എവിടെ ഉണ്ടെന്ന് ഇവൻ അറിയാം. ഇപ്പൊ ഈ മന്ത്രവാദി പറയുന്നുണ്ട്, യെസ്, ഈ ലെവലിൽ ഒരു സ്പിരിറ്റ് എനർജി റിയാക്ഷൻ അതൊരു എൻചാന്റഡ് ബ്ലേഡ് കാരണമേ സംഭവിക്കൂ. മറ്റൊരു എൻചാന്റഡ് ബ്ലേഡ് കൂടി ഇങ്ങനെ എന്റെ കൈ വന്ന് തടയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ എൻചാന്റഡ് ബ്ലേഡ്സ് ഒക്കെ പിടിച്ച ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോലും അധികം ആർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ മന്ത്രവാദി കുറെ ഡോൾസ് ഇപ്പൊ ചിഹിരോയ്ക്ക് നേരെ എറിയുന്നുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ ഈ ഡോൾസ് എല്ലാം ഇങ്ങനെ സ്ലാഷ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് നേരെ ഓടി അടുത്തോണ്ടിരിക്കുകയാണ്. ആ മറ്റേ എൻചാന്റഡ് ബ്ലേഡ് ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അവൻ ഇയാളോട് ചോദിക്കുന്നു. നല്ല ചോദ്യം. ആരുടെ കയ്യിലാ അതുള്ളത്? നിന്റെ ബോസിന്റെ കയ്യിലാണോ? നീ ഈ കാര്യത്തിലൊന്നും അത്ര പ്രൊഫഷണൽ അല്ലല്ലേ? എടാ, നീ എന്നെ തോപ്പിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, അത് നിനക്കറിയില്ലേ? ഇപ്പൊ ഇവനാണെങ്കിൽ ഈ ചിഹിരോയെ ചുമ്മാ കളിയാക്കുന്നുണ്ട്. ഈ എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പവർ വെച്ചിട്ടാണോ ആ സെയ്റ്റ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയുന്നത്? ഞാൻ ആ കഥയൊക്കെ കേട്ടപ്പോ ഈ പവർ എന്തോ വലിയ സംഭവമാണെന്നാ വിചാരിച്ചത്. ഇപ്പൊ നീ ചെയ്യുന്ന അത്രയൊക്കെ ഉള്ളെങ്കിൽ ഇതും പിന്നെ സാധാരണ മന്ത്രവിദ്യയും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ ഇവൻ ഇതും പറഞ്ഞിട്ട് കുറെ ബോംബുകൾ ഇങ്ങനെ ചിഹിരോയ്ക്ക് നേരെ എറിയുകയാണ്. ആ കൊച്ചു പെണ്ണിന്റെ പ്രസൻസ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരിവിടെ അടുത്തെവിടെ ഉണ്ട്. ഇപ്പൊ ഇയാൾ വിളിച്ചു പറയുന്നുണ്ട്, എടി പീക്കിരി പെണ്ണെ, നീ കേൾക്കുന്നുണ്ടോ? എന്നെ ഇട്ടിങ്ങനെ ഓടിക്കുന്നത് നിർത്തിക്കോ. നീ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു പോകുമ്പോ അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് നീ ശ്രദ്ധിച്ചു കണ്ടോ? നിന്നെ സംരക്ഷിക്കാനായിട്ട് വരുന്നവർക്ക് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും വിധി. എല്ലാവരും ഭീകരമായ രീതിയിൽ തന്നെ
ചാകും, നിന്റെ അമ്മ ചത്ത പോലെ. ഇപ്പൊ ഇത് കേട്ടിട്ട് ഇവള് പെട്ടെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഷിബ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ചിഹിരോയുടെ നേർക്ക് മറ്റവൻ തുരുതുരെ ബോംബ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷിബ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നിനക്ക് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ വിഷമിക്കണ്ട, സമാധാനമായിട്ടിരുന്ന് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടോ. ഇപ്പൊ ഈ മന്ത്രവാദി കുറെ ബോംബുകൾ ഇങ്ങനെ എറിയാണ്. ചിഹിരോ അതെല്ലാം ഡോഡ്ജ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഈ മന്ത്രവാദി ഷാറിനോട് വിളിച്ചു പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു നോക്കിക്കോ, ഇപ്പൊ ഈ ചള്ളു ചെറുക്കന്റെ മരണം കാണുമ്പോൾ നിനക്ക് മുൻപ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് ദയനീയമായിട്ട് മരിച്ചുപോയ നിന്റെ അമ്മയുടെ മരണം ഓർമ്മ വരുമെന്ന്. ഇപ്പൊ ഇവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇവളെ ഇങ്ങനെ ഷാർന്ന് വിളിക്കുന്ന ഒരു മെമ്മറി ഇവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിന്റെ അമ്മയുടെ ആ മരണം പോലെ അർദ്ധശൂന്യമായിട്ടുള്ള ഒരു ദയനീയമായ മരണം വേറെ ഉണ്ടായിട്ടില്ല, നീ അത് ഓർത്തു തോന്നി ഇപ്പൊ ഇയാൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇവന്റെ ഈ കൊണയടി കേട്ടപ്പോഴത്തേക്ക് ചിഹിരോയ്ക്ക് ട്രിഗറായി. അവന്റെ അച്ഛനെ ഓർമ്മ വന്നു. ഇപ്പൊ ഇവൻ 3 ഡോൾസ് ചിഹിരോ നിൽക്കുന്നിടത്തേക്ക് എറിയുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ. ഇപ്പോ ചിഹിരോയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് വിചാരിച്ച് നമ്മുടെ ഷാറ് കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഇവൻ ഇവളോട് പറയുന്നുണ്ട്, ഒരു കാര്യം നീ മറക്കണ്ട, നീ ഒറ്റയ്ക്കാണ്, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പൊ നമ്മുടെ ചിഹിരോ റെഡ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം. അവന്റെ അറ്റാക്ക് എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ തീയുടെ ഇടയിൽ നിന്ന് ഇപ്പൊ ചിഹിരോ വരുന്നത് നമുക്ക് കാണാം. ശരിയടാ, എന്നാ ഇനി നീ മുൻപ് പറഞ്ഞ പോലെ നിന്നെ അങ്ങ് തോൽപ്പിച്ച് കിടത്തിയിട്ടാവാൻ ചോദ്യവും പറച്ചിലും ഒക്കെ. ഇപ്പൊ ഇത് കണ്ടിട്ട് ആ മന്ത്രവാദി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തോ? അപ്പോ ഈ വാളിന് ഇങ്ങനെ ഒരുപാട് പവേഴ്സ് ഉണ്ട്. ഇപ്പോ ചിഹിരോ ആണെങ്കിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ നേർക്ക് ഒരു സ്ലാഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ആ നിന്നിടത്തുനിന്ന് അവൻ പെട്ടെന്ന് ചാടി മാറുന്നുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ തീർന്നേനെ. ഇപ്പൊ ഇയാൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്, ഇവന്റെ സ്ട്രെങ്ത് ഇതുവരെയും ഫുള്ളായിട്ട് പുറത്തെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ചിഹിരോ ദൂരെ നിന്നിട്ട് ഇങ്ങനെ വാള് വീശി സാധനങ്ങൾ കട്ട് ചെയ്യുന്ന ഒരു അറ്റാക്കാണ്, അതായത് ബ്ലാക്ക് ഗോൾഡ് ഫിഷിന്റെ ആ ഒരു അറ്റാക്കാണ് ഉപയോഗിക്കുന്നത്. സോ അവനെതിരെ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രവാദി വീണ്ടും കുറച്ച് ഡോൾസ് അവന്റെ നേരെ എറിയുന്നു. ഇപ്പൊ ചിഹിരോ അവിടുന്ന് ജമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മന്ത്രവാദി മിന്നൽ വേഗത്തിൽ ജമ്പ് ചെയ്തു വന്ന് ചിഹിരോയുടെ ബാക്കിൽ നിന്നിട്ട് അവനെ ആ റോപ്പ് കൊണ്ട് വരിയുന്നുണ്ട്. കിട്ടിയടാ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചിഹിരോയെ വരിഞ്ഞു മുറുക്കിയിട്ട് അവൻ ആ ബോംബ് ക്ലോസ് റേഞ്ചിൽ ചിഹിരോയുടെ നേർക്ക് പ്രയോഗിക്കാൻ പോവാണ്. ഇപ്പൊ ചിഹിരോ പെട്ടെന്ന് വാൾ ഇവന്റെ നേർക്ക് തിരിച്ചിട്ട് റെഡ് എന്ന് പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ സമയം തന്നെ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ട് ചിഹിരോയ്ക്ക് നേരെ ബോംബ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നോക്കിയാൽ ഇവന്റെ ഈ ഇൻവിൻസിബിൾ അറ്റാക്ക് ഇവന് തന്നെ കിട്ടി, അത് നേരെ ഉൾട്ട അടിച്ചു. ഇപ്പോൾ ഷിബയാണ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് റെഡിന്റെ പവർ എന്ന് പറയുന്നത് എനിമിയുടെ അറ്റാക്കിനെ ജസ്റ്റ് പ്രതിരോധിക്കുന്നത് മാത്രമല്ല, അതാ എനിമിയുടെ അറ്റാക്കിനെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഓണർഷിപ്പ് സ്വന്തമാക്കും. അതായത് വെടിവെക്കുന്നവന്റെ തലയിൽ തന്നെ ഉണ്ട കയറും. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് സമാധാനമായിട്ടിരുന്ന് കണ്ടോന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായോ എന്ന് ഷിബ ഷാറിനോട് ചോദിക്കുന്നു. അങ്ങനെ മന്ത്രവാദി ഫ്ലാറ്റ്. ഇപ്പോൾ ചിഹിരോയുടെ അടുത്തേക്ക് ഷിബ കാറും കൊണ്ട് വരുന്നുണ്ട്. ചിഹിരോ, അത് പൊളിച്ചു, താൻ കിടിലമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഷാർ ഇങ്ങനെ കൈ അടിക്കുന്നുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് താൻ വൃത്തിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്ന് ഇവള് പറയുന്നു. പ്രൊട്ടക്ഷൻ ആളെ ഹയർ ചെയ്യാൻ നിന്റെ ഈ പൈസ ഇല്ലെന്നല്ലേ നീ പറഞ്ഞതെന്ന് ഇപ്പൊ ചിഹിരോ ചോദിക്കുന്നുണ്ട്. ഇപ്പോ നീ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തോ? നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്ന് കുറച്ചു മുമ്പേ ഈ മന്ത്രവാദി ഷാറിന്റെ അടുത്ത് പറഞ്ഞത് ചിഹിരോ ഓർക്കുകയാണ്. ഇപ്പോൾ ചിഹിരോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളിലും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. നിന്നെ ചേസ് ചെയ്യുന്ന ഈ ആൾക്കാരുടെ പുറകെ പോയാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. സോ നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ ഇത് കേട്ടിട്ട് ഷാർ ആകെ ഹാപ്പി ആവുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, ശരിക്കും? ഇങ്ങനെ ഈ കോമൺ ആയിട്ട് ഗുണമുള്ള കാര്യങ്ങൾ എന്ത് നല്ലതാ. ഇപ്പോൾ ചിഹിരോ അവിടെ വീണ് കിടക്കുന്ന മന്ത്രവാദിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എനിക്ക് നിന്നോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. നിന്റെ ബോസ് ആരാ? ഈ കൊച്ചിനെ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? പിന്നെ എൻചാന്റഡ് ബ്ലേഡ് ആയിട്ടുള്ള ക്ലൗഡ് ഗൗജർ അതെവിടെ? സോ ഗൈസ്, അപ്പോൾ ആ മേഘം പുറത്തേക്ക് വന്നു എന്ന് ഷാർ പറഞ്ഞ ആ വാളിൻ്റെ പേരാണ് ക്ലൗഡ് ഗൗജർ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ 4 എൻഡ് ആവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.